ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. 1 കിലോ കപ്പ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായി മുറിച്ചെടുത്തതാണ്. കപ്പ ഇട്ടതിൻ്റെ അതേ ലെവലിൽ വെള്ളം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഇനി ഇത് 1 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. വെന്തതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കുക്കർ അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് 2ആയിട്ട് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിൻ്റെ തീ അല്പം കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചതെടുക്കാം. ഇതിൽ കുറച്ച് എല്ലും കൂടെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 200 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബീഫ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 7 വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. കപ്പ ബിരിയാണിയിലേക്കുള്ള ബീഫ് കറി തയ്യാറായി. ഇതിൽ 1/2 കിലോ ബീഫും 1/2 കിലോ എല്ലും കൂടിയാണ്. ഇനി ഇത് നമുക്ക് കടായിലേക്ക് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിടുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1-2 കറിവേപ്പില ഇടുക. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബീഫെല്ലാം ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.